ദിവ്യകാരുണ്യ ഈശോയെ കരങ്ങളിലേന്തുവാൻ കൊതിയോടെ ജീവിതം സമർപ്പിച്ച വൈദികൻ. വിശുദ്ധ കുർബാനയെ അനുഭവമാക്കുവാൻ പ്രാർത്ഥനയോടെ കാത്തിരുന്ന വൈദികൻ. ഇത് ചാലക്കുടിക്കടുത്ത് കനകമല സെന്റ് ആന്റണീസ് ഷ്രൈനിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്യുന്ന സലേഷ്യൻ വൈദികൻ ഫാദർ ജിറ്റോ കുന്നത്ത് SDB. കുഞ്ഞുനാൾ മുതൽ ദിവ്യകാരുണ്യനാഥനോടൊപ്പമുള്ള വിശുദ്ധ കുർബാനയർപ്പണം സ്വപ്നം കണ്ട് ജീവിച്ച ഈ വൈദികൻ ദൈവം തൻ്റെ കയ്യിൽ നൽകിയ ഈ അമൂല്യദാനത്തെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ജിറ്റോ കുന്നത്ത്, ഒരു സന്യസ്ത വൈദികനാണ്. സലീഷ്യൻ സന്യാസ സമൂഹത്തിൽ ഏകദേശം ഒരു 4 മാസക്കാലം മുൻപ് 2022 ഡിസംബർ 29 ആയിരുന്നു തിരുപ്പട്ട സ്വീകരണം. ഇപ്പോഴായിരിക്കുക കനകമല ഇരിഞ്ഞാലക്കുട രൂപതയുടെ 2 തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്ന് ചേർന്നിരിക്കുന്ന കനകമല കുരിശുമുടി ഇടവകയിലെ കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഏറ്റവും ദിവ്യകാരുണ്യനാഥൻ്റെ ഏറ്റവും അഭിഷേകം നിറഞ്ഞ ഈ ഒരു ദേവാലയത്തിൽ വെച്ചുകൊണ്ട് എൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങളും എനിക്ക് ലഭിച്ച ദൈവവിളി അനുഭവങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സർവശക്തനായ ദൈവത്തിന് നമുക്കൊന്ന് ചേർന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങളിലേക്ക് ഒരു യാത്ര പോകാം. സ്നേഹം നിറഞ്ഞവരെ, ഏതൊരു വൈദിക വിദ്യാർത്ഥിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വലിയൊരു ദിവ്യകാരുണ്യ അനുഭവമായിരിക്കും ഓരോ വൈദികനെയും ഒരു അൾത്താരയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നിർത്തുക. ആ ദിവ്യകാരുണ്യ അനുഭവം അവന് ലഭിക്കുക തീർച്ചയായിട്ടും അവൻ്റെ കുഞ്ഞുനാളിലായിരിക്കും. എൻ്റെ ജീവിതത്തിലാണെങ്കിലും 5ാം ക്ലാസ്സിനൊക്കെ ശേഷം ദിവ്യകാരുണ്യ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം ഒരു അൾത്താര ബാലനായി നെല്ലിക്കുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ ചേർന്ന് ഒരു അൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്യുന്നൊരു കാലഘട്ടം. തീർച്ചയായിട്ടും വൈദികൻ്റെ കരങ്ങളിൽ ആ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും എടുത്തുയർത്തുമ്പോൾ ഈശോയെ നിന്നെ സ്വീകരിക്കുവാനായിട്ട് ആ നൽകിയ വലിയൊരു കാരുണ്യത്തെ, അല്ലെങ്കിൽ ആ ഒരു സന്തോഷമാണ് ഒരു വൈദികനാകണം എന്നുള്ളൊരു പ്രചോദനമൊക്കെ നൽകിയിരിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, പക്ഷേ ഏതൊരു വ്യക്തിയെ പോലെ, ഏതൊരു ബാലനെ പോലെ തീർച്ചയായിട്ടും 2-3 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ആഗ്രഹം പതുക്കെ മങ്ങിത്തുടങ്ങി. എന്നാൽ 10ാം ക്ലാസ് എക്സാമൊക്കെ എഴുതിയിരിക്കുന്ന ആ ഒരു സമയത്താണ് വീണ്ടും ഈ ഒരു വൈദികനായിക്കൊണ്ട് മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കുവാനുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടെ ഒരു വൈദികനാകണം എന്നുള്ളൊരു ആഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒത്തിരി ആഗ്രഹത്തോടു കൂടെ തൃശ്ശൂർ രൂപതയിലെ ദൈവവിളി ക്യാമ്പിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് വീട്ടിൽ അപ്പച്ചൻ്റെ അമ്മച്ചിയോടൊക്കെ അനുവാദം ചോദിക്കുന്ന ഒരു കാലഘട്ടം. എനിക്കൊരു അനിയനാണുള്ളത്. അപ്പോൾ ഒരു മൂത്ത മകൻ എന്ന രീതിയിൽ ഒരു അപ്പച്ചൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, ഒരു എൻജിനീയറൊക്കെ ആയി കാണണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്. പക്ഷെ ആ ഒരു ആഗ്രഹത്തിന് എതിരെ നിന്നുകൊണ്ട് ആണ് ഒരു ഇടവകയിലൊരു രൂപതാ വൈദികനാകണം എന്നുള്ളൊരു സന്നദ്ധത ഒക്കെ പ്രകടിപ്പിക്കുക. വീട്ടിൽ അല്പം വഴക്കുണ്ടാക്കിക്കൊണ്ടാണ് രൂപത വൊക്കേഷൻ ക്യാമ്പിലേക്കൊക്കെ ചേരുന്നത്. അങ്ങനെ ആകെയുള്ളൊരു സപ്പോർട്ട്, ആകെയുള്ളൊരു കൈത്താങ് എന്ന് പറയുന്നത് അമ്മ മാത്രമാണ്. ഒരു വൈദികനാകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെ തൃശ്ശൂർ രൂപതയുടെ ദൈവവിളി ക്യാമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. 4 ദിവസമാണ് ക്യാമ്പ്. അങ്ങനെ ക്യാമ്പിലുള്ള ആ ഒരു 4 ദിവസം കാലഘട്ടം വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഏകദേശം 2ാമത്തെ ദിവസമാണ് അമ്മച്ചിയൊന്നും അറിയാതെ ഒന്ന് വീഴുന്നുണ്ട്. വീണതിന് ശേഷം തലയിടിച്ചുകൊണ്ടാണ് വീഴുന്നത്. അമ്മച്ചിയുടെ ഓർമ്മ നഷ്ടപ്പെടുന്നു. ആരെയും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥ, ഏകദേശം ഒരു തളർവാദമൊക്കെ പിടിപെട്ട രീതിയിൽ എഴുന്നേറ്റ് അങ്ങനെ നടക്കുവാനൊന്നും പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. ക്യാമ്പ് ഒത്തിരി സന്തോഷത്തോടു കൂടെയാണ് മുമ്പിലേക്ക് പോകുന്നത്. കാരണം തീർച്ചയായിട്ടും ഫോൺ കോളില്ല, ക്യാമ്പിലായിരുന്നതുകൊണ്ട് തന്നെ എന്നെ അറിയിച്ചതുമില്ല. ഒത്തിരി സന്തോഷത്തോടു കൂടെ ക്യാമ്പ് മുമ്പിലേക്ക് പോയി. അങ്ങനെ 4ാം ദിവസം ക്യാമ്പിനൊക്കെ ശേഷം ഈ സെലക്ഷൻ സർട്ടിഫിക്കറ്റുമായി ഒത്തിരി സന്തോഷത്തോടു കൂടെയാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന അവസരത്തിൽ ആർക്കും ഒട്ടും തന്നെ സന്തോഷമില്ലാത്തൊരവസ്ഥ. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ, മുമ്പിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഓടിച്ചെന്ന് അമ്മച്ചിയുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് അമ്മച്ചിയുടെ അടുത്ത് ഈ സെലക്ഷൻ സർട്ടിഫിക്കറ്റിൽ അമ്മച്ചി ഒരു ഒപ്പ് മാത്രം മതി എന്നുള്ളൊരു ഒത്തിരി സന്തോഷത്തോടു കൂടെ അമ്മച്ചിയിലേക്ക് ഈ സെലക്ഷൻ സർട്ടിഫിക്കറ്റ് നീട്ടി വയ്ക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ആ ഒരു അവസരത്തിലാണ് ഒരു 10ാം ക്ലാസ്സുകാരനെ താങ്ങാനായിട്ട് ഒട്ടും സാധിക്കാത്ത രീതിയിലുള്ള ഒരു ഉത്തരം ഒരു അമ്മയിൽ നിന്നും ലഭിക്കുക.
മോനെ നീ ആരാ എന്നാണ് ചോദിച്ചു വയ്ക്കുന്നത്. എന്നാൽ വീണ്ടും ഒരു തമാശയായിരിക്കണം, ഒരു തമാശ രൂപേണ വീണ്ടും ആയിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും അമ്മച്ചിയോടടുത്ത ഒരു സെയിം ചോദ്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. അമ്മച്ചി ഒരൊറ്റൊരൊപ്പ് മാത്രം മതി എനിക്ക് ഒരു രൂപതയിലൊരു വൈദികനാകുവാൻ. എന്നാൽ അമ്മച്ചിയുടെ വീണ്ടുമുള്ള ആ ഒരു സെയിം പ്രതികരണം, മോനെ നീ ആരാണ് എന്നുള്ളൊരു പ്രതികരണം അവിടെ സ്നേഹം നിറഞ്ഞവരെ എൻ്റെ ചങ്ക് പിടയുന്നതായിട്ട് എനിക്കിപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ആ സെലക്ഷൻ സർട്ടിഫിക്കറ്റുമായി നേരെ ഓടുക ആ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിലേക്ക്. എല്ലാ ദിവസവും ദൈവവിളിക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആ ഒരു ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ ആ സെലക്ഷൻ സർട്ടിഫിക്കറ്റ് അവിടെ കീറിക്കളഞ്ഞുകൊണ്ട് എടുക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഈശോയെ ഇത്രയും നാൾ എനിക്ക് കൈത്താങ്ങായിരുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ തളർന്നു കിടക്കുക. ഇനി മേലാൽ നിൻ്റെ പരിപാടിക്ക് ഈശോയെ ഞാൻ ഇറങ്ങിത്തിരിക്കില്ല. കാരണം എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കൈത്താങ്ങ് എൻ്റെ അമ്മച്ചി എന്ന് ഇതാ ഒരു ജീവശവം പോലെ ഇവിടെ കിടക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും അറിയാം ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ തിരുവചനം, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിൻ്റെ നാശത്തിനല്ല നിൻ്റെ ക്ഷേമത്തിനായിട്ടുള്ളൊരു പദ്ധതി. ഒരിക്കൽ പോലും കൈവിടാത്ത ഒരു പദ്ധതിയെക്കുറിച്ച് ജെറമ്യാ പ്രവാചകൻ എഴുതി വയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു 7 മാസക്കാലം എനിക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു ആ ഒരു പദ്ധതി എൻ്റെ ജീവിതത്തിൽ എന്താണ് എന്ന് വെളിപ്പെട്ട് ലഭിക്കുന്നതിന് വേണ്ടി. പല പല ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ട് കാണിച്ചിരുന്നു, പക്ഷേ എല്ലാവരും കൈവിട്ട ഒരവസ്ഥ. അങ്ങനെ വീണ്ടും കുടുംബത്തിലെ പ്രാർത്ഥനകൾ, അമ്മച്ചിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വീണ്ടും ആരംഭിക്കുന്നു. അവസാനം എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ വലിയൊരു ഫലമായി, ഇടവക സമൂഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു വലിയൊരു ഫലം എന്ന രീതിയിൽ 7 മാസത്തിന് ശേഷം വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ച് ഓർമ്മ ലഭിച്ചുകൊണ്ട്, ഓർമ്മ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അമ്മച്ചിക്ക് വീണ്ടും ഓർമ്മ ലഭിച്ചുകൊണ്ട് എഴുന്നേറ്റ് നടന്നുകൊണ്ട് ഞാൻ എപ്രകാരമാണ് രൂപത ക്യാമ്പിലേക്ക് പ്രവേശിച്ചത് ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഈശോ വീണ്ടും എൻ്റെ അമ്മച്ചിയെ തിരിച്ച് ജീവിതത്തിലേക്ക് നൽകുന്നുണ്ട്. ആ ഒറ്റൊരനുഭവമാണ് എനിക്ക് എൻ്റെ ഒരു വൈദിക വൃത്തിയുടെ ആരംഭമായിട്ട് കുറിക്കുക. കാരണം അന്ന് എനിക്കുണ്ടായിരുന്ന ഒരു ചിന്ത എപ്രകാരമായിരുന്നു, ഈശോയെ ഇത്രയും അധികം വ്യക്തികൾ പ്രാർത്ഥിച്ചപ്പോൾ നീ കേട്ടു എങ്കിൽ ആ തിരു അൾത്താരയിൽ നിന്നുകൊണ്ട്, ഈശോയെ നിൻ്റെ അൾത്താരയിൽ നിന്നുകൊണ്ട് നിൻ്റെ തിരുശരീര രക്തങ്ങൾ എടുത്ത് ഉയർത്തിക്കൊണ്ട് ആ തിരുശരീര രക്തങ്ങൾ ഏറ്റവും അടുത്ത് വന്നുകൊണ്ട് ഒരു വൈദികൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എത്രയധികം പേരെ നിന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് അത് സാധിക്കും. ആ ഒറ്റ ചിന്ത, ആ ഒറ്റൊരു ബോധ്യമാണ് കർത്താവിൻ്റെ തിരുവൾത്താരയിലേക്ക് നടന്നു നീങ്ങുവാനായിട്ടുള്ള വലിയൊരു പ്രചോദനം എനിക്ക് നൽകുക. ആ ഒരു പ്രചോദനത്താലാണ് വീണ്ടും +2 എക്സാമിനൊക്കെ ശേഷം തിരിച്ച് ഡോൺ ബോസ്കോയിൽ വന്നു ചേരുകയും ഏകദേശം ഒരു 16 വർഷക്കാലത്തിന് ശേഷം ഇന്ന് കർത്താവിൻ്റെ അൾത്താരയിൽ ആ കർത്താവിനെ എടുത്തുയർത്തിക്കൊണ്ട് സ്വർഗത്തിൽ നിന്നും ആ വലിയ അഭിഷേകം നിറഞ്ഞ ഒരു വൈദികനായി, സ്വർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ അഭിഷേകം മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു വൈദികനായി മാറുവാനായി സാധിച്ചതിൻ്റെ ഒറ്റൊരു രഹസ്യം, ഒറ്റൊരു ബോധ്യം ആ അൾത്താരയിൽ ലഭിച്ച ആ ഒരു വചനങ്ങളാണ്. ഈശോയെ നിന്നെ ഉയർത്തുമ്പോൾ കേൾക്കുന്ന ആ പ്രാർത്ഥന എത്ര അധികമായി നീ കേട്ടിരിക്കും. നിന്നെ കൈകളിലെടുക്കുമ്പോൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ നീ കേൾക്കാതെ പോകത്തില്ല. സ്നേഹം നിറഞ്ഞവരെ, ഇതുപോലെ ഓരോ പരിശുദ്ധ കുർബാനയിലും എനിക്ക് ലഭിച്ച ഓരോ ദിവ്യകാരുണ്യ അനുഭവവും നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ദിവ്യകാരുണ്യ നാഥൻ്റെ അഭിഷേകത്താൽ നമുക്ക് നിറയുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ഒരു ഇടവക വൈദികനാകുവാനുള്ള വലിയൊരു ആഗ്രഹം വ്യക്തിപരമായി ഉണ്ടായിരുന്നുവെങ്കിൽ കൂടെയും ഈശോയുടെ വലിയൊരു പദ്ധതി പ്രകാരം ഡോൺ ബോസ്കോയിലെ ഒരു സലീഷ്യൻ സന്യസ്ത വൈദികനാകുവാനാണ് ഈശോ എന്നെ അനുഗ്രഹിക്കുക. അങ്ങനെ ആ ഒരു വലിയൊരു ആഗ്രഹത്തോടു കൂടെ മണ്ണുത്തി ഡോൺ ബോസ്കോ ഭവനിലേക്ക് 1-ാം വർഷം വൈദിക വിദ്യാർത്ഥിയായിട്ട് ചെല്ലുന്നു. ശേഷം പ്രീ നോവിഷ്യേറ്റ് കാലഘട്ടങ്ങൾ അങ്ങനെ വയനാട്ടിലെ നോവിഷ്യേറ്റ് അനുഭവത്തിന് ശേഷമാണ്
ഒന്നാം വ്രത വാഗ്ദാനത്തോടുകൂടെ ദാരിദ്ര്യ ബ്രഹ്മചര്യം അനുസരണം ഒന്നാം വ്രതം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു സലീഷ്യൻ സന്യസ്ത ഒരു വ്യക്തിയായിട്ട് മാറുക. തീർച്ചയായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും ഇത്തിരി സഹനങ്ങളും ഇത്തിരി പ്രശ്നങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും സെമിനറി കാലഘട്ടങ്ങളിൽ. എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിക്കുക തത്വശാസ്ത്രം പഠിക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ അന്ന് വൈദികരായിട്ടുള്ളവരും എൻ്റെ ഗുരുഭൂതരായിട്ടുള്ളവരെല്ലാവരും അവരുടെയൊക്കെ ഒരു കൈത്താങ്ങ് മൂലമാണ് ഞാൻ മുമ്പിലേക്ക് നടന്ന് നീങ്ങുന്നത്. അങ്ങനെ ഫിലോസഫി തത്വശാസ്ത്ര പഠനത്തിനൊക്കെ ശേഷം ആദ്യമായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ട്രാൻസ്ഫർ, എനിക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ സലീഷ്യൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ ബികോം പഠിച്ചുകൊണ്ട് തേവര തിരുഹൃദയ കലാലയത്തിൽ ചേർന്ന് ബികോം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു പ്രൊവിൻഷ്യൽ അച്ഛൻ പ്രകടിപ്പിച്ചത്. പക്ഷേ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് എനിക്ക് BSc കെമിസ്ട്രി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഈശോയുടെ ഒരു അനുഭവം, ഈശോയുടെ ഒരു പദ്ധതി ആദ്യം മുതലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ആയതിനാൽ ഈശോയുടെ പദ്ധതിക്ക് അവിടെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ തേവര തിരുഹൃദയ കലാലയത്തിലേക്ക് ചേരുന്നു. അവിടെ ഒന്നാം വർഷം ബികോം ഒരു വിദ്യാർത്ഥിയായിട്ട് ചെല്ലുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോയെ എങ്ങനെയാണ് ഞാൻ അനുഭവിച്ചറിയേണ്ടത് എന്ന് പഠിച്ചത് തേവര തിരുഹൃദയ കലാലയത്തിൽ വെച്ചുകൊണ്ടാണ്. നമുക്കറിയാവുന്നതാണ്, ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു യൂത്ത് മൂവ്മെൻ്റാണ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റ്. ഈ ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് തുടക്കം കുറിക്കുക ഈ തേവര തിരുഹൃദയ കലാലയത്തിൻ്റെ ദേവാലയത്തിൽ വെച്ചുകൊണ്ടാണ്. അങ്ങനെ ആ ദേവാലയത്തിൽ അവിടെ ഒരു ദിവസം പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട്, പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനായിട്ട് ഞാനവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒരു കൂട്ടം സ്റ്റുഡൻസ് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ അവരോടൊപ്പം ചേർന്ന് ജീസസ് യൂത്തിലെ ഒരു അംഗമായി അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും, ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൂടെയും ഫേസ്ബുക്ക് തുടങ്ങിയുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ട് കാണുമായിരിക്കുന്ന അജന എന്ന ഒരു പെൺകുട്ടി. എറണാകുളം വരാപ്പുഴ അതിരൂപതക്കാരിയാണ്, തൈക്കുടം സ്വദേശിനിയായിട്ടുള്ള അജന. ഈശോയെ ഒത്തിരിയധികം സ്നേഹിച്ച ഒരു പെൺകുട്ടി. ദിവ്യകാരുണ്യത്തെ തൻ്റെ നെഞ്ചോടൊക്കെ ചേർത്ത് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിശയോക്തിയാകത്തില്ല. അവളെ അറിയുന്ന എല്ലാവരും പറഞ്ഞു വെച്ച ഒറ്റൊരു കാര്യമാണ്, ഈശോയെ അത്രയധികമായി ദിവ്യകാരുണ്യത്തിൽ കർത്താവിനെ കണ്ടുകൊണ്ട് സ്നേഹിച്ച ഒരു പെൺകുട്ടി. വായയിലെ ക്യാൻസർ മൂലം ഈശോയെ നേരിട്ട് അനുഭവിക്കുവാനായിട്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനുഭവിച്ച ആ ദിവ്യകാരുണ്യത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യവും യഥാർത്ഥ മാധുര്യവും അനുഭവിക്കുവാനായിട്ട് സ്വർഗത്തിലേക്ക് ഈ അടുത്ത നാൾ, ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മിൽ നിന്നും വേർപെട്ടു പോയ അജന എന്നൊരു പെൺകുട്ടി. അജന അന്ന് ബികോം മൂന്നാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ ഒന്നാം വർഷം ആയി ചേരുന്നത്. അതിനുശേഷം വീണ്ടും MCOM 1-2 വർഷക്കാലം അജന അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 വർഷക്കാലമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീസസ് യൂത്തിൽ ചേർന്ന് പഠിക്കുകയും ചേർന്ന് പ്രവർത്തിക്കുകയും ചേർന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഒറ്റൊരു കാര്യം മാത്രമാണ് ഞങ്ങളുടെ അടുത്ത് അജന അന്ന് ആവശ്യപ്പെടുക. ജീസസ് യൂത്തിലെ ലീഡറൊക്കെ ആയിരുന്നു. ഒറ്റൊരു കാര്യം മാത്രം, ഈശോയെ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാനതൊരു ആപ്തവാക്യമായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. ഈശോയെ ഞാൻ അന്ന് മുതൽ എല്ലാ ദിവസവും ആശ്രമത്തിലേക്ക് ചെല്ലുമ്പോൾ ഒറ്റൊരു കാര്യമാണ് പ്രാർത്ഥിച്ചിരുന്നത്, ഈശോയെ എനിക്ക് നിന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം നീ ഒരു വൈദികനായിട്ട് നീ എനിക്കൊരു അഭിഷേകം നൽകുന്നുണ്ട്. ആയതിനാൽ നിന്നെ കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. പക്ഷേ ഞാൻ ഈശോയുടെ അടുത്ത് ശാഠ്യം പിടിച്ച് പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, നിന്നെ അനുഭവിക്കാതെ, ഈശോയുടെ തിരു സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ ഞാൻ മറ്റുള്ളവർക്ക് കർത്താവെ നിന്നെ കൊടുക്കത്തില്ല, അതിന് നീ എന്നെ നിർബന്ധിക്കരുത്. ഈ ഒരൊറ്റൊരു പ്രാർത്ഥനയായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഒരു പക്ഷേ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഒത്തിരി അധികം പേർക്കുണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, കർത്താവെ യഥാർത്ഥത്തിൽ ദിവ്യ കാരുണ്യമായിട്ട് നീ എഴുന്നള്ളി വരുന്നുണ്ടോ എന്നുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, ഏതൊരു വൈദികൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു വയ്ക്കാവുന്ന ഒറ്റൊരു വസ്തുതയാണ്, ആ വൈദികൻ ഒരു പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കരങ്ങളിൽ ഈശോയുടെ തിരു രക്തവും തിരു മാംസവുമായി മാറുമ്പോഴുണ്ടാകുന്ന ആ ഒരു അഭിഷേകം, ആ ഒരു സന്തോഷം ഒട്ടും പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കാത്തതാണ്. ആ ഒരു അഭിഷേകവും ആ ഒരു സന്തോഷവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രകടമായത് എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ ആ ഒരു ആദ്യ ദിവസമാണ്. എൻ്റെ ആ ഒരു ശാഠ്യത്തിന് ഈശോ എനിക്ക് ഉത്തരം നൽകിയത് ഏകദേശം ഒരു 6 വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ ഡിസംബർ 29-ാം തീയതി എൻ്റെ പട്ട സ്വീകരണത്തിൻ്റെ അന്ന്.
ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വളരെ മായാത്ത ഒരു ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിൽ ഏറ്റവും അധികം സൂക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് എൻ്റെ തിരുപ്പട്ട ദിവസം. പട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒറ്റൊരു പ്രാർത്ഥനയാണ്, ഈശോയെ, നിന്നെ അനുഭവിക്കാതെ മറ്റുള്ളവർക്ക് ഞാൻ നിന്നെ കൊടുക്കത്തില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, എൻ്റെ പട്ടത്തിൻ്റെ ദിവസം എനിക്കൊരു വലിയൊരു അനുഭവമായിട്ട് ഈശോ ആ അൾത്താരയിൽ ഉണ്ടാകും എന്നുള്ളത് വലിയൊരു ഉറപ്പായിരുന്നു. അങ്ങനെ ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ഒരുക്കത്തോടുകൂടെ ആ പട്ടത്തിൻ്റെ ദിവസത്തിലേക്ക് എത്തുകയാണ്. ടോണി പിതാവ് തൃശ്ശൂർ അതിരൂപതയുടെ സഹായ മെത്രാനായിട്ടുള്ള വത്സല പിതാവ്, ഒത്തിരി സ്നേഹം നിറഞ്ഞ ടോണി പിതാവിൽ നിന്നാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. ഞാനിന്നും ഓർക്കുന്നുണ്ട്, ടോണി പിതാവിനോടൊപ്പം ആ ദേവാലയത്തിൻ്റെ തൃശ്ശൂർ നെല്ലിക്കുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം ആ പടികളിലേക്ക് ഇറങ്ങുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടെയാണ് വരുന്നത്. അങ്ങനെ പട്ടത്തിനൊരുക്കമായിട്ടുള്ള തിരുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ആ ദേവാലയ ആനവാതിലിലൂടെ പ്രവേശിക്കുമ്പോൾ അവിടെ ഞാൻ കാണുക, ആ അൾത്താരയിൽ ക്രൂശിത രൂപത്തിൽ ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് ആ കർത്താവ് എന്നെ നോക്കി നിൽക്കുന്ന ഒരു ഈശോയുടെ രൂപത്തെയാണ് ഞാനന്ന് അവിടെ ആൾത്താരയിൽ കാണുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കലും പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കാത്ത ഒരു വലിയൊരു അനുഭവം, പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കാത്ത വലിയൊരു സന്തോഷത്താലാണ് എൻ്റെ ഹൃദയം അപ്പോൾ നിറയുക. ഞാൻ നോക്കുമ്പോൾ ചുറ്റുപരിസരത്തുള്ള എല്ലാവരും, ഇരു ഭാഗങ്ങളും ബന്ധുമിത്രാദികളും ഒരു സൈഡിലുണ്ട്, ഇടവക ജനങ്ങൾ മറ്റൊരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരൊന്നുമല്ല എൻ്റെ ഞാൻ കാണുക. ആ അൾത്താരയിൽ ആ ക്രൂശിത രൂപം ഈശോ എന്നോട് സംസാരിക്കുന്നത് പോലെ ഡോൺ ബോസ്കോ സന്യസ്ത സമൂഹം, സലീഷ്യൻ സന്യാസ സമൂഹത്തിലുള്ള എല്ലാവരുടെ അടുത്തും ഡോൺ ബോസ്കോ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ടു ബിഗിൻ ടു സേ മാസ് ഈസ് ടു ബിഗിൻ ടു സഫർ. എപ്പോഴാണോ പരിശുദ്ധ കുർബാന ചെല്ലുവാനായിട്ട്, പരിശുദ്ധ കുർബാന ചെല്ലുവാൻ നീ ആരംഭിക്കുന്നത്, അന്നു മുതൽ നിൻ്റെ ജീവിതം സഹനങ്ങളുടെ ജീവിതമാണ് എന്ന വിശുദ്ധ ജോൺ ബോസ്കോ പറഞ്ഞു വയ്ക്കുക. സ്നേഹം നിറഞ്ഞവരെ, ആ അൾത്താരയിലേക്ക് നടന്ന് നീങ്ങുന്ന ഓരോ നിമിഷവും ആ ക്രൂശിൽ നിന്നും, ആ ക്രൂശിതനായിട്ടുള്ള ഈശോ എന്നെ നോക്കി അരുൾ ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇതാ നിനക്ക് വേണ്ടി ഞാൻ എന്നുള്ള ആ ഒരു വലിയൊരു ശബ്ദം ഇന്നും എൻ്റെ ജീവിതത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഒരുക്കത്തോടെ, ഒത്തിരി ആഗ്രഹത്തോടു കൂടെ ആ അൾത്താരയുടെ അടുക്കിലേക്ക് നടന്നു നീങ്ങുന്നു. ഒരു പട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം എന്ന് പറയുക, രൂപത മെത്രാൻ ആ വൈദിക ആർത്തിയുടെ തലയിൽ, ശിരസിൽ കരങ്ങൾ വെച്ചുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഇരു കരങ്ങളും ഒരു പരിശുദ്ധാത്മാവിലേക്ക് നീട്ടിക്കൊണ്ട്, സ്വർഗത്തിലേക്ക് നീട്ടിക്കൊണ്ട് ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് നിറയണമേ എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള കൈവപ്പ് പ്രാർത്ഥന ടോണി പിതാവിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ലഭിച്ച ആ ഒരു അനുഭവം, സ്നേഹം നിറഞ്ഞവരെ, ശൂന്യമായിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം വന്ന് നിറയുമ്പോൾ, ഒട്ടും യോഗ്യമല്ലാത്ത കരങ്ങളിലേക്ക് ആ ക്രൂശിതനായിട്ടുള്ള ആ ദിവ്യകാരുണ്യനാഥനെ എടുത്ത് ഉയർത്തുവാനായിട്ട്, ഈശോയെ, നീ ഇത്രയധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം മനസ്സിൽ നിറയുമ്പോൾ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ ഒഴുകുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നും അറിയുന്നില്ല, അപ്പോൾ നടക്കുന്ന പ്രാർത്ഥനകൾ അറിയുന്നില്ല, അപ്പോൾ ചുറ്റുപരിസരത്തുള്ള എന്താ സംഭവിക്കുന്ന ഒന്നും അറിയുന്നില്ല. ഒറ്റൊരു കാര്യം മാത്രം, നീ എൻ്റേതാണെന്നുള്ളൊരു സ്വരവും കണ്ണിൽ നിന്നും ഒഴുകുന്ന ആ കണ്ണുനീർ തുള്ളികൾ മാത്രം. അതിനുശേഷം പിതാവ് കൈപിടിച്ച് ഉയർത്തി ഒരു വൈദികനായിട്ട് ആ ഒരു കാപ്പ അണിയിച്ചു തരുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എന്നെ മുൻപ് നോക്കിയ ആ ക്രൂശിത രൂപത്തിലേക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കി, പുഞ്ചിരിച്ചുകൊണ്ട്, ഇതാ നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് നിലകൊള്ളുന്നു, നീ മറ്റുള്ളവർക്ക് ദിവ്യകാരുണ്യം മറ്റുള്ളവർക്ക് നീ നൽകണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തോട്, ഒത്തിരി സ്നേഹത്തോടു കൂടെ പുഞ്ചിരിക്കുന്ന ഒരു ഈശോയുടെ രൂപത്തെയാണ് ഞാൻ അന്ന് ആ അൾത്താരയിൽ കണ്ടത്. സ്നേഹം നിറഞ്ഞവരെ, ഓരോ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഇന്നും ആ ദിവ്യനാഥൻ ആ ക്രൂശിത രൂപത്തിൽ നിന്നും അരുൾ ചെയ്യുന്ന ഒരു വാക്ക് ഇതാണ്: എന്നെ, ഈ ദിവ്യകാരുണ്യത്തെ, ജീവനുള്ള ഈ ഒരു സ്നേഹത്തെ മറ്റുള്ളവർക്ക് നീ പകർന്നു കൊടുക്കണം. വെറുതെ പകർന്നു കൊടുത്താൽ പോരാ. അജന അന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആ വാക്കുകൾ നിനക്കൊരു അനുഭവമായതുപോലെ മറ്റുള്ളവർക്ക് ഒരു അനുഭവമാക്കി നീ മാറ്റണം. അതിനുവേണ്ടി അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഈ അൾത്താരയിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. സ്നേഹം നിറഞ്ഞവരെ, അന്നു മുതൽ ആരംഭിച്ച ഓരോ കുർബാനയിലും മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയെ നിന്നെ ഒരു അനുഭവമാക്കി മാറ്റുവാനായിട്ട്, നിൻ്റെ ദിവ്യകാരുണ്യം മറ്റുള്ളവർക്ക് ഒരു അനുഭവമാക്കി മാറ്റുവാനായിട്ടുള്ള പ്രാർത്ഥന ഇന്നും
ഓരോ പരിശുദ്ധ കുർബാനയിലും ഞാൻ ഇന്നും ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന വലിയൊരു സന്തോഷത്തിൽ ഇന്നും എനിക്ക് ഭാഗഭാഗമാകുവാനായിട്ടും സാധിക്കുന്നുണ്ട്. ആത്മീയ ജീവന്റെ അപ്പമായി നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. സ്നേഹം നിറഞ്ഞവരെ, ആ തിരുപ്പട്ട ദിവസം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു വൈദികനായിട്ട് ഒരു വ്യക്തി അഭിഷേകം ചെയ്യപ്പെടുന്ന ആ ഒരു സമയം, അവൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം, ഈശോ അത് എന്തൊക്കെയാണെങ്കിലും അത് സാധിച്ച് തരുമെന്നുള്ള വലിയൊരു വിശ്വാസമുണ്ട്. വിശ്വാസം മാത്രമല്ല, സത്യം കൂടെയാണ്. എൻ്റെ മനസ്സിലുള്ള, എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരൊറ്റ ആഗ്രഹമായിരുന്നു, ഏതൊക്കെ സാഹചര്യങ്ങളിൽ, ഏതൊക്കെ സമയത്ത് ഈശോയെ ഈ അൾത്താരയിലേക്ക് ഞാൻ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും നീ എനിക്ക് ഉത്തരം തരാതെ പോകരുത്. എനിക്കത് നടത്തി തരാതെ പോകരുതെന്നല്ല, നീ അതെനിക്ക് ഉത്തരം തരാതെ പോകരുത്. ഈ ഒരൊറ്റ ആഗ്രഹവും ഒറ്റൊരു പ്രാർത്ഥനയായിരുന്നു അന്ന് ആ തിരുപ്പട്ട ദിവസത്തിൻ്റെ അന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഒത്തിരിയേറെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഒരു ആത്മീയമായിട്ട് കുറച്ചും കൂടെ ഒന്ന് വളരാനായിട്ട് സാധിക്കുന്ന ഒരു ഇടവകയിലേക്കായിരിക്കണം ഒരു മാറ്റം എന്നുള്ളത്. അങ്ങനെയാണ് ഒരു മാസം കാലഘട്ടത്തിന് ശേഷം ഇരിഞ്ഞാലക്കുട അതിരൂപതയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള, കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള കനകമല ഇടവകയിലേക്ക് കൊച്ചച്ഛനായിട്ട് മാറ്റം കിട്ടുക. അന്ന് ഈശോ എനിക്ക് എൻ്റെ തിരുപ്പട്ട ദിവസം നൽകിയിരിക്കുന്ന ആ ഒരു ഉറപ്പ് ഇതുവരെയും എനിക്ക് ഈശോ സാധിക്കാതെ തന്നിട്ടില്ല. ഓരോ പരിശുദ്ധ കുർബാനയിലും അവനെനിക്ക് ഉത്തരം നൽകുവാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം എനിക്ക് അറിയാവുന്ന ഒരു കുടുംബത്തിലെ 2 സഹോദരങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഏതാനും മാസങ്ങളായിട്ടുള്ളൂ. ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി പരിഭവങ്ങളും ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് മുൻപിലേക്ക് പോകാൻ സാധിക്കത്തില്ല, ഡൈവേഴ്സിൻ്റെ ഒക്കെ ഒരു വക്കിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയം. ആ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നു, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. തീർച്ചയായിട്ടും എനിക്കൊറ്റൊരു ഉറപ്പ് നൽകാനേ സാധിച്ചുള്ളൂ, ഇന്ന് അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പരിശുദ്ധ കുർബാന സമയം ഈ അൾത്താരയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ 2 പേരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം ഞാൻ ഇദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചു ചോദിച്ചു, എന്തെങ്കിലും പുരോഗതിയും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായോ എന്ന് അറിയുവാനായിട്ട്. പക്ഷേ അപ്പോഴും ഒത്തിരി വിഷമത്തോടുകൂടെ, സങ്കടത്തോടുകൂടെ മുമ്പിലേക്ക് നീങ്ങുവാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു ഉത്തരവാണ് എനിക്ക് ലഭിച്ചത്. സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാവുന്നതാണ്, തിരുവചനം ഉടനീളം പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും യേശുനാഥൻ പ്രാർത്ഥിക്കാനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലം ഉയർന്ന ഒരു മലയാണ്. അങ്ങനെ ഉയർന്നൊരു മലയുള്ളൊരു ദേവാലയമാണ് കനകമല ദേവാലയം. പിറ്റേ ദിവസം മലമുകളിലേക്ക് കയറി ചെന്നു. അവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ വീണ്ടും ഈശോൻ്റെ തിരുശരീര രക്തങ്ങൾ എടുത്ത് ഉയർത്തുമ്പോൾ ഒരൊറ്റൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഇന്ന് എനിക്കിതിനൊരു ഉത്തരം നൽകണം. ഈ ഒരു സഹോദരങ്ങളുടെ ജീവിതം ഒന്നിച്ച് പോകുവാനാണോ നിൻ്റെ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കൊരു ഉത്തരം നീ നൽകണം എന്നുള്ളൊരു പിടിവാശിയോടുകൂടെയാണ് ഞാനന്ന് ആ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്നേഹം നിറഞ്ഞവരെ, ഒരു വൈദികൻ്റെ ജീവിതത്തിൽ കരഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത്. ആ ഒരു അഭിഷേകം ജീവിതത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യം, കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അത്. അന്ന് ആ പരിശുദ്ധ കുർബാനയിൽ ഈശോൻ്റെ തിരുശരീരവും രക്തവും ആശീർവദിച്ചതിന് ശേഷം ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പമാണ് എന്ന ആ ഒരു ആരാധനയുടെ ഒരു നിമിഷം ഈശോയുടെ തിരുശരീരം എടുത്ത് ഉയർത്തുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകളിൽ നിന്നും എനിക്കന്ന് തിരുപ്പട്ടത്തിന് എനിക്കുണ്ടായ അതേ ആ ഒരു അനുഭവം, കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകി ഇറങ്ങുന്ന ഒരു അനുഭവം അന്ന് ഉണ്ടാവുകയാണ്. ഈശോനെ ആരാധിച്ചതിന് ശേഷം ഈശോനെ വീണ്ടും ആ പീലാസയിലേക്ക് എടുത്ത് വയ്ക്കുമ്പോഴും കർത്താവിൻ്റെ വലിയൊരു സ്നേഹത്താൽ അവിടെ നിറയുന്നുണ്ട്. എനിക്കൊറ്റൊരു കാര്യം ഉറപ്പായിരുന്നു, ഇന്ന് രാത്രി ഞാൻ വിളിക്കാതെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ഉത്തരം എന്നെ തേടി വരും. സ്നേഹം നിറഞ്ഞവരെ, മലമുകളിലെ ആ കുർബാനയ്ക്ക് ശേഷം മലമുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഒന്ന് കുളിച്ച് ഫ്രഷായ ആദ്യ നിമിഷം മൊബൈൽ എടുക്കുമ്പോൾ കണ്ട ഒരു മിസ് കോൾ ഈ ഒരു സഹോദരൻ്റെ ആയിരുന്നു. ഒത്തിരി ആഗ്രഹത്തോടു കൂടെ ഞാൻ വീണ്ടും തിരിച്ചു വിളിച്ചു. ദൈവം യോജിപ്പിച്ചത്
അങ്ങനെ തന്നെ നിലനിർത്തണം എന്നുള്ള ഒരു ഉത്തരമായിരുന്നു അന്ന് ആ പരിശുദ്ധ കുർബാനയിൽ ഈശോ എനിക്ക് നൽകിയത്. അവർ രണ്ടുപേരും ഒന്ന് ചേർന്ന് മുൻപിലേക്ക് പോയി. അവർക്കൊരു കൊച്ച് ജനിച്ചു, മാമോദീസയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒത്തിരി സ്നേഹത്തോടുകൂടെ കർത്താവിന് വേണ്ടി ഇന്നും സാക്ഷ്യം വഹിച്ച് മുമ്പിലേക്ക് നീങ്ങുന്ന ഒരു ദമ്പതികളെയാണ് ഇന്ന് എനിക്ക് കാണുവാനായിട്ട് സാധിക്കുക. സ്നേഹം പറഞ്ഞവരെ, ഒറ്റൊരു കാര്യം, ഈ പാവനമായിട്ടുള്ള അൾത്താരയിൽ ഏത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് എത്ര കഷ്ടപ്പാടുകളാണെങ്കിലും, ഏത് ദുരിതമാണെങ്കിലും, സാമ്പത്തിക ക്ലേശങ്ങളോ ജീവിതത്തിൽ എന്ത് അനുഭവങ്ങളും ആ ദിവ്യകാരുണ്യനാഥനിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുവോ ഉത്തരം നൽകും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ തൊട്ട് സുഖപ്പെടുത്തുന്നുള്ള ഒരു ഉത്തരം 1 പത്രോസ് 2:24 അധ്യായ പ്രകാരം പറയുന്നുണ്ട്. ഇതാ, ഈ തിരുമുറിവുകളാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ വചനമാണ് എല്ലാ ദിവസവും ഓരോ പരിശുദ്ധ കുർബാനയുടെ സമയത്തും കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും എടുത്തുയർത്തുമ്പോൾ അവൻ നമ്മെ നോക്കി അരുൾ ചെയ്യുക, ഇതാ, എൻ്റെ തിരുമുറിവുകളാൽ നിങ്ങളെല്ലാവരും സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകുന്ന ആ തിരുരക്തത്താൽ നിങ്ങളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ടും ആ ദിവ്യകാരുണ്യനാഥനിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് എന്നും ഒരു അനുഭവമായി മാറണമേ ഈശോയെ എൻ്റെ ജീവിതത്തിൽ എന്നൊരു പ്രാർത്ഥനയോടുകൂടെ നമുക്കുമായിരിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. തുടർന്നും ഇത്തരം അനുഗ്രഹപ്രദമായ പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചേരുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.